ഹലോ നാട്ടുകാരെ, ലോങ് ടൈം നോ സീ. ഞാൻ ലേശം തിരക്കിലായിരുന്നു, ക്ഷമിക്കൂ. നമുക്കൊരു വിയറ്റ്നാമീസ് ഫെസ്റ്റിന് പോയാലോ? ചോഡം മോൺട്രിയൽ. ലെറ്റ്സ് ഗോ. കുറച്ച് ദിവസം നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു, അതായത് വീഡിയോസൊന്നും ഇല്ലാത്ത. ട്രാവലിംഗ് ആയിരുന്നു, ട്രാവലിംഗ്. ഞാനും ക്യാമറമാനും നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം ചെക്ക് ഓഫ് ചെയ്തു. അതിൻ്റെ വീഡിയോ സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇത് കണ്ടോ, നമ്മളിവിടെ ടോക്കൺസ് ഇട്ടാൽ നമുക്ക് ടോയ്സ് കിട്ടും. ഇത് നമ്മൾ റീൽസിലെല്ലാം കാണലുണ്ട്, ഭയങ്കര പോപ്പുലർ സാധനമാണ് ഇപ്പം. അതാണ് നമ്മൾ അന്തമുട്ട് നിൽക്കുന്നത്. ചോഡം ഒരു ഫെസ്റ്റാണ്. ഇത് വിയറ്റ്നാമീസ് കൾച്ചർ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് ഇവരെ സ്ട്രീറ്റ് ഫുഡ് ആൻഡ് അവരെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അലോങ് വിത്ത് റീറ്റെയിൽ മാർക്കറ്റ്സ് ഷോക്കേസ് ചെയ്യും. ഇത് ആനുവലി നടക്കുന്ന ഫെസ്റ്റാണ്. ഇത് ഓർഗനൈസ് ചെയ്തത് അസോസിയേഷൻ ദേ വിയറ്റ്നാമിയൻസ് ക്യുബെക്വാസ്. ഓവറോൾ നല്ല വൈബും കുറേ വോളണ്ടിയേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാം ഓർഗനൈസ്ഡ് ആൻഡ് ക്ലീനും ആണ്. ഇവിടെ കുറേ ആർട്ടിസ്റ്റ് അവരെ മേർച്ച് സെല് ചെയ്യുന്നുണ്ട്, ലൈക്ക് കീ ചെയിൻ, സ്റ്റിക്കേഴ്സ്. എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് റിലേറ്റഡ് ടു പൊക്കിമോൻ. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോൾ അതിൻ്റെ റിലേറ്റഡ് സ്റ്റഫ് സെല് ചെയ്യുന്നുണ്ടായി. അതാണ് ഞാനിങ്ങനെ നോക്കി ക്യൂരിയോസിറ്റി പിടിച്ച് നടക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കണ്ടു അടുത്ത്. നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫുഡ് അടിക്കാനാണ് വന്നത്. നോക്കുമ്പോൾ വന്ന ആൾക്കാർ മൊത്തം അതിനാന്ന്. കണ്ട കുറേ ആൾക്കാരുണ്ടല്ലേ, ആരും മാറുന്നില്ല, എല്ലാവരും അവിടെ തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം തന്നെ പോയി മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങി. ഞാൻ മുന്നേ ട്രൈ ചെയ്തതാ, ഫ്രണ്ട്സ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. പേരിൽ പറഞ്ഞ പോലെ സ്റ്റിക്കി റൈസും മാംഗോ, അതിൻ്റെ മേലെ ലേശം മിൽക്കുണ്ടാവും. കോക്കനട്ട് മിൽക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ ലേശം സെസമി സീഡ്സും കോക്കനട്ട് ഫ്ലേക്സും. ഇതൊരു കംഫർട്ട് ഡിസേർട്ട് എന്ന് പറയാം. എനിക്കിത് ഇഷ്ടമാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നുമില്ല. ഇതെൻ്റെ ഫ്രണ്ട്സ് ക്യൂരിയോസിറ്റി തലക്ക് പിടിച്ചിട്ട് വാങ്ങിയ സാധനം. 2 സ്ക്വിഡ് പൊരിച്ചത്, 1 ഒക്ടോപ്പസ് പൊരിച്ചത്. ഞാൻ സ്ക്വിഡ് മാത്രം ട്രൈ ചെയ്ത്, ഇവർ ഫോഴ്സ് ചെയ്തിട്ട്. ഇറ്റ് ടേസ്റ്റ് ഫിഷി. ഒക്ടോപ്പസ് ഭയങ്കര ചൂയി എന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് സീ ഫുഡ് ഇഷ്ടമല്ല, നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇത് ചീസ് സ്റ്റേക്ക് ബാൻമി. ബാൻമി ഇവരൊരു പോപ്പുലർ സാൻഡ്വിച്ചാണ്. ഇത് കുറേ നാളെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമായിരുന്നു ഓഫ് ദ ഡേ. നമ്മൾ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെൻറ്റ് ട്രൈ ചെയ്യുക. വാട്ട് ഈസ് ഗ്രാബിങ് അവർ അറ്റൻഷൻ, അതുപോയി വാങ്ങി തിന്നുക. നമ്മളാരും അങ്ങനെ വിയറ്റ്നാമീസ് കുസീൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ വി വർ റിയലി എക്സൈറ്റഡ് ടു ട്രൈ ഇറ്റ് ഔട്ട്. അതിൻ്റെ കൂടെ കുടിക്കാൻ ഒരു കോക്ടെയിൽ. ശുഭം. ഫുഡ് ഫെസ്റ്റിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു ടെൻ്റ് ഉണ്ട്. ആ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ. അതിൻ്റെ ഉള്ളിലൊരു ചേച്ചി പാട്ട് പാടുന്നുണ്ട്. സറൗണ്ടിങ്ങിൽ കുറേ സെല്ലേഴ്സ് ഉണ്ട്. അവരിങ്ങനെ തന്നെ കുറേ മേർച്ചും ലബൂബുവിനും ഔട്ട്ഫിറ്റ്സും പിന്നെ കുറേ മെഡിസിനൽ സ്റ്റഫും മസാജിങ് സാധനങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളായിട്ട്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ സൈക്കിൾ എടുക്കാമെന്ന് വിചാരിച്ച്. വരുമ്പോൾ നമ്മൾ സൈക്കിൾ തന്നെ എടുത്തത്. കുറേ നാളെ സൈക്കിൾ ഓടിച്ചിട്ട് അതിനോട് എൻ്റെ ബാലൻസ് ലേശം കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, വെറുതെ എന്തിനാ ശശിയാവുന്നു. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ സൈക്ലിംഗ് പ്രോ ആണ്, അപ്പോൾ പിന്നെ അതെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിവിടെ സൈക്കിൾ ലൈൻ ഉണ്ട്, അപ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ല. എല്ലാവരും ഇപ്പോൾ ഇവിടെ സൈക്കിൾ ഓടിച്ചിട്ടാണ് പോകുന്നത്. സമ്മറല്ലേ, പിന്നെ ഇത് യൂസ് ചെയ്യുന്നതാണ് ചീപ്പർ. നാട്ടുകാരും വീട്ടുകാരും വായ നോക്കി നമുക്ക് പോവാം. ഈ സർവീസിൻ്റെ പേര് ബിക്സി എന്നാണ്. ഞാനിത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ ഫെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് കൊറിയൻ ഫെസ്റ്റും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പോകാൻ പറ്റിയില്ല. എന്തായാലും എല്ലാവരും ഫെസ്റ്റിവൽ നല്ലോണം എൻജോയ് ചെയ്തു. ഇത് ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ഫെസ്റ്റിന് പോകുന്നു ആൻഡ് ട്രൈങ് ഔട്ട് ന്യൂ ഫുഡ്. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരാൻ നോക്കാം. നമുക്കിനി മൊത്തം അപ്പ് ഹിൽ സൈക്കിൾ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വേണ്ട, നമുക്കിനി മെട്രോ എടുത്തിട്ട് പോവാം.
അപ്പോൾ ഇനി നമ്മൾ മെട്രോനെ തപ്പിയിട്ടാണ് പോകുന്നത്. ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് സൈക്കിൾ ഓടിച്ചതിൻ്റെ ഒരു ആവേശത്തിലാണ് ഇങ്ങനെ ഓടുന്നത്. ആ സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞിട്ടൊരു ആവേശം വരാനുണ്ട്, ഒരു എനർജി. ക്യാമറമാനൊന്നും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഓരോരോ മെട്രോ എൻട്രി ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതിപ്പോൾ നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ മോൺട്രിയലിലേക്ക് വന്നിട്ടുള്ളത്. കണ്ട ഈ സ്റ്റിൽ വാട്ടർ റിഫ്ലക്ഷൻ ലൈറ്റ്സ്, ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. വേൾഡ് ട്രേഡ് സെൻറ്റർ മോൺട്രിയൽ ഒരു ഷോപ്പിംഗ് സെൻറ്റർ, ഓഫീസ് ആൻഡ് ഹോട്ടൽ കോംപ്ലക്സ് ആണ്. 1992 ഇത് ഓപ്പൺ ആയത്. ഈ വലിയ ഗ്ലാസ് ഏട്രിയത്തിൻ്റെ ഉള്ളിൽ 19th സെഞ്ച്വറി കൊമേഴ്ഷ്യൽ ബിൽഡിങ്സും കൂടിയുണ്ട്. മോൺട്രിയലിൻ്റെ 350th ബർത്ത്ഡേക്ക് സിറ്റി ഓഫ് ബെർലിൻ മോൺട്രിയലിന് ഒരു പീസ് ഓഫ് ബെർലിൻ വാൾ കൊടുത്തിന് ആസ് എ സൈൻ ഓഫ് യൂണിറ്റി ആൻഡ് പീസ്. അത് ഈ ഏട്രിയത്തിൽ കാണാൻ പറ്റും. നമ്മൾ ആ ഏരിയയിൽ പോയിട്ടുണ്ടായില്ല, സൺഡേ ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. നമ്മളിപ്പോൾ സ്ക്വയർ വിക്ടോറിയ ഒവാസി മെട്രോയിലുള്ള. നമുക്കിനി വീട്ടിൽ പോകണമല്ലോ. 5 മിനിറ്റിനുള്ളിൽ മെട്രോ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. മെട്രോ വന്നേ. അപ്പം ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ നാട്ടുകാരെ, അതിനു മുന്നേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത്ര നാളെ ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് ഞാൻ ഇപ്പം പറയുന്നു. പറഞ്ഞത് കേട്ടാൽ മതി. അപ്പോൾ ബൈ ബൈ നാട്ടുകാരെ, ലവ് യു.